ഗ്രേമെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷർട്ട്, ഇന്ന് അടിപൊളി ഒരു ടോപ്പ് എങ്ങനെ തയ്ക്കാമെന്നുള്ളതാണ്. ഇത് തയ്ക്കുമ്പോൾ ഇതിൻ്റെ ബട്ടൺ ഭാഗം പിന്നെ പിടിപ്പിക്കേണ്ടി വരില്ല, അതനുസരിച്ച് നെക്ക് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ മടക്കിയിടുക. ബാക്കാണത്. ഫോൾഡിങ് ബട്ടൺ പിടിപ്പിക്കുന്ന ഭാഗമാണ് തള്ളി നിൽക്കുന്നത്. അതൊരു ഇഞ്ചോളം തള്ളി നിൽക്കും. അത് ഫ്രണ്ട് ഒപ്പം കറക്റ്റാക്കി ഇടുക. ബാക്ക് ഉള്ളിലോട്ട് കയറി നിൽക്കണം. അതേപോലെ കയറി നിൽക്കണം. എന്നിട്ട് ഇതിൻ്റെ ചുളിവൊക്കെ മാറ്റി കറക്റ്റാക്കിയിരുന്നു. എന്നിട്ട് ആദ്യത്തെ ബട്ടൻ്റെ മുകൾ ഭാഗം നമുക്ക് നെക്കിൻ്റെ ഇറക്കമൊക്കെ എടുക്കണം. ഇപ്പോൾ കഴുത്ത് വീതിയാണ് എടുക്കുന്നത്. ആ ബാക്കിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് കഴുത്ത് ഇത് അടയാളപ്പെടുത്താം. ഒരു 3 ഇഞ്ച്. കോട്ടനൊക്കെ വേണമെങ്കിൽ 4 ഇഞ്ച് എടുക്കണം. ഇപ്പോൾ ചെറിയ കഴുത്താണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ 3 ഇഞ്ച് മതി. ഈ ഷോൾഡർ അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞ് കൈക്കുഴി അടയാളപ്പെടുത്തുമ്പോൾ കഴുത്താഴ്ച നേരത്തെ പറഞ്ഞില്ലേ, ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ട് നന്ന് അടയാളപ്പെടുത്തണം. പിന്നെ ഇറക്കം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ബട്ടൺ വെച്ച് പിടിപ്പിക്കേണ്ടി വരും. അത് കളഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു 3 ഇഞ്ച് കിട്ടും. അത് മതി സാധാരണ അളവ്. വിധി കൂട്ടിയെടുക്കണമെങ്കിൽ എടുക്കുക, ഇറക്കം അത് തന്നെ മതിയാവും. കൈക്കുഴി അതിലോട്ടുള്ള ആം ഹോൾ അങ്ങനെ തന്നെ വരച്ചാൽ മതി. ഇനി കട്ട് ചെയ്യാം. ബാക്കിനൊക്കെ കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം മാറ്റിയിട്ട് ബാക്ക് കറക്റ്റ് ആക്കണം കേട്ടോ. ഇറക്കം കൂട്ടിയെടുക്കണം. ഇതൊന്നിച്ചിട്ടാണ് ഇപ്പോൾ വെട്ടണത്. കട്ടിങ് കഴിഞ്ഞു. ഇനി സ്ലീവ് പഫ് സ്ലീവാണ് എടുക്കുന്നത്. അതിനുവേണ്ടി സ്ലീവ് 2ആക്കി മുറിക്കുക. സ്റ്റിച്ചിങ്ങിൽ വെച്ച് മുറിച്ചെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് വീതി അനുസരിച്ച് വീതി കൈക്ക് എത്ര വീതി വേണമെന്ന് പറഞ്ഞാൽ അതിനെടുക്കുക. എന്നിട്ട് 2ആക്കി മടക്കിയിടുക. എന്നിട്ട് താഴെ ഷേപ്പ് ചെയ്യുക. കൈയുടെ നീളം എപ്പോഴും കൂടുതൽ എടുക്കണം. അപ്പോൾ പ്ലീറ്റ് എത്രയോ കൂടുതൽ എടുക്കണം, അത്രയും പ്ലീറ്റ് കിട്ടും. ഇനി ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ആ ലൈനിൻ്റെ ഒരു 1.5 ഇഞ്ച് മുകളിലായിട്ട് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ കൈ പിടിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൈക്കൂടെ ഭാഗത്തു നിന്നുള്ള ഭാഗത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ അതുപോലെ 1.5 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യണം. സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇതിന് ഫ്രണ്ട് ഭാഗം കുഴിച്ചൊന്നും വെട്ടേണ്ട കാര്യമില്ല. പഫ് സ്ലീവ് ആയതുകൊണ്ട് ഈ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കാം. മറ്റേ ഭാഗം അതേപോലെ തന്നെ. ഷോൾഡർ അടിച്ച് കഴിഞ്ഞ് ഇനി കൈക്ക് ഇലാസ്റ്റിക്കാണ് വെക്കണത്. അപ്പോൾ താഴെ നേരിതാക്കി മടക്കി തയ്ക്കണം. അല്ലെങ്കിൽ ലൈസ് വെക്കണമെങ്കിൽ ലൈസ് വെക്കാം. പൈപ്പിംഗ് വെക്കണമെങ്കിൽ പൈപ്പിംഗ് വെക്കാം. ഇഷ്ടപോലെ എങ്ങനെ ചെയ്ത് ഇലാസ്റ്റിക് വെച്ചില്ലെങ്കിൽ പൈപ്പിംഗ് വെച്ച് ചുരുക്കിട്ട് തയ്ക്കാം. ഇതിപ്പോൾ ഇലാസ്റ്റിക് വെക്കണം. കൈയുടെ വണ്ണനുസരിച്ച് ഇലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് തുടക്കത്തിലെ കുറച്ച് ഭാഗം ഒരു 1.5 ഇഞ്ച് വെറുതെ അടിച്ചാൽ മതി. എന്നിട്ട് ഇലാസ്റ്റിക് വലിച്ച് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു പോവുക. അപ്പം അതുപോലെ ചുളി പോരും. കൈയുടെ വണ്ണനുസരിച്ച് ഇലാസ്റ്റിക് വലിച്ചു പിടിക്കണം. അറ്റെത്തുമ്പോഴും 1.5 ഇഞ്ച് തന്നെ വിട്ടടിച്ച് പോയാൽ മതി. ഇതുപോലെ തന്നെ മറ്റേ കൈ അടിച്ചെടുക്കുക.
അപ്പോൾ ഇതുപോലെ ചുളിവായിട്ട് കിട്ടും, ഭംഗിയായിട്ട് കിട്ടും. ഇനി സ്ലീവിൻ്റെ മറ്റേന് സൈഡ് ഓപ്പൺ അല്ലല്ലോ, ഷർട്ടിൽ ഇരിക്കുന്ന പോലെ തന്നെ ഞാൻ കട്ട് ചെയ്തേക്കണത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് അടിച്ചെടുക്കണം, കൈയുടെ വണ്ണനുസരിച്ച് അടിച്ചെടുക്കുക. മറ്റേ കൈ അതേപോലെ അടിക്കും. ഇനി സ്ലീവ് പിടിപ്പിക്കാം. ആ സൈഡിലെ ഭാഗം ഒപ്പം വെച്ചിട്ട് ബാക്കി മുകളിൽ നിൽക്കുന്ന ഭാഗമാണ് പ്ലീറ്റ് ഇട്ട് പോകുന്നത്. അപ്പം അതിന് സെൻറ്ററിലൂടെ അടയാളം ഇടുക. ഷോൾഡറിന് അടിപ്പോൾ നിൽക്കുന്ന ഭാഗവും കൈയുടെ സെൻറ്ററുമായിട്ട് ഒന്നിച്ച് വെക്കണ വിധത്തിൽ വന്ന് കറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ട് പോയാൽ മതി. അത് സൈഡാണ്, കൈയുടെ സൈഡും ടോപ്പിൻ്റെ സൈഡുമാണത്. അതൊന്നിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് പിടിപ്പിച്ചു തുടങ്ങാം. അത് കൈയുടെ സെൻറ്റർ, ഷോൾഡറിൻ്റെ സെൻറ്റർ എടുക്കുക, അടിപ്പെടുക്കുക. എന്നിട്ട് ആ ബാക്കി വന്ന ഭാഗം പ്ലീറ്റ് ഇട്ട് പിടിപ്പിക്കും. ചെറിയ ചെറിയ പ്ലീറ്റ് ഇടുക. തയ്യൽത്തുമ്പോൾ എപ്പോഴും ബാക്കിലോട്ടിരിക്കണം, ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പോൾ. അടയാളം കറക്റ്റാക്കി പിടിപ്പിച്ച് പോവുക. പിന്നെ അത് കഴിഞ്ഞ് അറ്റം വരെ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ച് പോവുക. അതുപോലെ തന്നെ മറ്റേ കൈ അടിച്ച് പോവുക. നെക്കിന് പൈപ്പിംഗ് ആയിട്ട് വെക്കാൻ പോണത്. അപ്പോൾ ക്രോസ് പീസാണ് നമുക്ക് മുറിച്ചെടുക്കാനുള്ളത്. ഈ കൈ അടിച്ചിട്ട് അത് നോക്കാം. ചുരുക്കി രണ്ട് ഭാഗത്തും ബാക്ക് ഫ്രണ്ട് ഒപ്പം വരണം. ഇപ്പം രണ്ട് കൈ അടിച്ചു കഴിഞ്ഞു. ഇനി ക്രോസ് പീസ് മുറിച്ച് തുണി ക്രോസായിട്ട് ഇട്ടിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് ആ കോൺ നിൽക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ തന്നെ യോജിപ്പിക്കുക. കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കാം. തുമ്പ് രണ്ട് മുറിച്ച് വേണം. ഈ തയ്യൽ തുമ്പിട്ട് നെക്കിൽ പിടിപ്പിച്ചിടണം. കഴുത്ത് വെട്ടിയ ഭാഗം ഒരിക്കലും വലിക്കരുത്. ആ ക്രോസ് പീസ് പതിയെ വലിച്ചു കൊടുക്കണം. എന്നാലാണ് പൈപ്പിങ് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. വലിച്ചു കൊടുക്കുക. ഇങ്ങനെ ചുറ്റി പിടിപ്പിച്ച് പോവുക. കഴുത്തടിക്കുമ്പോഴും മുകളിലോട്ടിരിക്കണം. ഷോൾഡർ തയ്യൽ തുമ്പ് എപ്പോഴും ബാക്കിലോട്ടിരിക്കണം. പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി പൈപ്പിങ്ങിന് വേണ്ടി ഒട്ടി തയ്ക്കേണ്ടത് ഒന്നില്ലെങ്കിൽ അത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഹെം ചെയ്ത് പോകാം, അല്ലെങ്കിൽ മെഷീൻ തന്നെ അടിച്ചു പോകാം. തുമ്പ് മടക്കിയിട്ട് ആദ്യം ഒരു മടക്കിടുക, വീണ്ടും ഒരു മടക്കും കൂടി ഇടുക. എന്നിട്ട് ആ കുഴി പോലെ വന്ന ഭാഗമില്ലേ അവിടെ, ആ വന്ന ഭാഗത്ത് സ്റ്റിച്ച് വീണതിൽ തയ്ച്ചങ്ങോട്ട് പോവുക. പൈപ്പിങ്ങിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ച് കയറി വരരുത്. ആ കുഴി പോലെ വന്ന ഭാഗത്താണ് തയ്ച്ച് പോകാനാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ പൈപ്പിങ്ങിന്. വലിക്കരുത്, കഴുത്ത് പിടിച്ച് വലിച്ച് തയ്ക്കരുത്. സാധാരണ പതിയെ പിടിച്ച് അടിച്ച് പോവുക. അങ്ങനെ മുഴുവനായിട്ട് അടിച്ച് പോവുക.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല ഡിസൈൻ ചെയ്യുക, എംബ്രോയ്ഡറി എന്തെങ്കിലും ചെയ്തു പോയാൽ പുതിയ ടോപ്പ് അടിക്കുന്നത് റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഇത് പൈപ്പിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബട്ടൺ പിടിപ്പിക്കാത്തതുകൊണ്ട് എളുപ്പമാണ് ഇതിങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ കഴുത്ത് വിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വെട്ടിയാൽ മതി. ഇപ്പോൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി അതിൽ കുറച്ച് വർക്കൊക്കെ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും.